പറ്റുണ്ടോ നോക്കാം. റെഡി മക്കളെ, വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് എ പ്രഷർ 1 atm ഈസ് 44 ലിറ്റർ. ഓക്കെ, ഒരു നിശ്ചിത മാസ് വാതകത്തിന് വ്യാപ്തം 1 atm ആയപ്പോൾ 44 ലിറ്റർ ആണ്. അപ്പൊ തന്നത് വേ എഴുതണം, അതാണ് ഇതിന്റെ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത. തന്നത് P1 ഒന്നാമത്തെ 1 atm ആയപ്പോ അപ്പുള്ള വോളിയം അതാണ് V1, അത് എത്രയാണ്? 40 ലിറ്റർ ആണ്. പിന്നെ പ്രഷറിനെ ഇൻക്രീസ്ഡ് ടു 4 atm, മർദ്ദം 4 atm ആയിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ രണ്ടാമത്തെ മർദ്ദാണല്ലോ. P2 സമം 4 atm. അപ്പോഴുള്ള വോളിയം എത്ര അഥവാ V2 എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യണം ആദ്യം പറഞ്ഞുതരാം, പിന്നെ ഇക്വേഷനിൽ ഇട്ട് ആൻസർ ചെയ്യണം പറഞ്ഞുതരാം. നമുക്ക് ഈ റിലേഷൻ ആലോചിച്ച് നോക്കാം. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്നിന് എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് മറ്റേന് സംഭവിക്കണം. പ്രഷർ 1-4 ആയി, 1-4 പറഞ്ഞാൽ 4 മടങ്ങ് കൂടി. മറ്റോ വോളിയം എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുക പറഞ്ഞാൽ 4 മടങ്ങ് കുറയണം. 1ന്റെ 4 മടങ്ങ് കൂടുക പറഞ്ഞാൽ 4 ആയി. പിന്നെ അതായത് 1നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 4 ആയത്. അപ്പൊ ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ ഇവിടെ ഹരിക്കണം, ഇവിടെ ഡിവൈഡഡ് ബൈ 4 കൊടുക്കുക. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര? 10 ലിറ്റർ എന്ന് കിട്ടും. 10 ലിറ്റർ. അപ്പൊ ചില കുട്ടികൾ സാറേ ഇത് എന്ത് തേങ്ങകൾ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാം, ഇക്വേഷനിലിട്ട് കാണിച്ചു തരാം. മക്കളെ ഇവിടുത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. P1 V1 = P2 V2. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, സെറ്റ് അല്ലേ? ഇവിടെ P1 V1 തന്നെയാണ്, P2 തന്നെയാണ്, V2 കാണാനുള്ളൂ. അപ്പം V2 മാത്രം ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ഉണ്ടാവും. അപ്പൊ V2 സമം P1 V1 ഇവിടെ ഉണ്ട്, P1 V1 ഇവിടെ ഉണ്ട്, അതിന് അനക്കണ്ട. ഈ V2 ഒറ്റയ്ക്ക് ആക്കിയാൽ മതി. അപ്പൊ ഈ P2 എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അത് താഴെ വരും. ഇങ്ങനെയല്ല ഇക്വേഷൻ കിട്ടാം. പ്യുവർ മാത്തമാറ്റിക്സ്, ഇന്നെ ശപിക്കരുത്, പ്യുവർ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ V2 = P1 തന്നാണ് 1, V1 തന്നാണ് 40 ഡിവൈഡ് ബൈ P2 തന്നാണ് 4. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 കിട്ടും. എന്തെല്ലാം 10 ലിറ്റർ. സെറ്റാണ്. റെഡി, സെറ്റ്. എന്താടാ 44 ഒക്കെ ഇടണം എല്ലാവരും? ഈ 44 ഒക്കെ എന്തിന്റെ ആൻസറാ? ഓക്കെ, 10 ലിറ്റർ. റോങ് ഒന്നല്ല, അടി കിട്ടും. വ്യാപ്തം 4 atm ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. റോങ് ഒന്നല്ല, അത് റോങ് ആണെന്ന് പറയുന്നവർ വിട്ടുപോയിക്കോ. 44 ലിറ്റർ. ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കും. ദ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് എ പ്രഷർ 1 atm ഈസ് 44. പ്രഷർ 1 atm ആയപ്പോൾ 40 ലിറ്റർ ആണ്. പ്രഷർ 4 atm ആയി വർദ്ധിപ്പിച്ചാൽ അഥവാ പ്രഷർ 4 atm ആക്കിയാൽ വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം? അതിന്റെ വോളിയം എത്ര? 1 ഗുണിക്കണം 40 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാലേ 40 കിട്ടുള്ളൂ. ഓക്കെ, സെറ്റ്. ഇവിടെ ഒരു റോങ്ങും ഇല്ല. 11 ലിറ്റർ എങ്ങനെയാണ് ആവുക? നിങ്ങൾ എങ്ങനെയാ 11 ലിറ്റർ എന്ന് പറയാം? സോറി, എന്തെല്ലാം വലിയ ആളായതാണ് മക്കളെ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച മറ്റൊരു എന്താ പറയാ, വേണ്ട കിടന്ന് ഉരുളണ്ട. ഐ ആം റിയലി സോറി അളിയാ, തെറ്റിപ്പോയി. തെറ്റിയാന്നല്ല ഇതിന് പറയാം, ചെറുതായിട്ട് വാല്യൂ ഒന്നും മാറി. അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിക്കരുത്. കൃത്യമായിട്ട് ചോദ്യം നോക്കിയിട്ട് ചോദ്യത്തിലുള്ള അതേ വാല്യൂ എഴുതണം. അല്ലാണ്ട് വലിയ ആനത്തലയുടെ കെമിസ്ട്രി അറിയാന്ന് പറഞ്ഞൊരു കാര്യമില്ല. വാല്യൂ മാറിയാലും ഉത്തരം തെറ്റും. മനസ്സിലായോ? ഓക്കെ, റെഡി. അപ്പൊ മക്കളെ ഇവിടെ ഞാൻ 44